NN കക്കാടിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ് സഫലമീ യാത്ര. ഇറങ്ങിയ കാലത്ത് തന്നെ അത് സുപ്രസിദ്ധവുമായി. തൊണ്ടയിൽ അർബുദം ബാധിച്ച കവിയുടെ അവസാന കാലത്ത് എഴുതിയ ആ കവിതയ്ക്ക് ജീവിതത്തിൻ്റെയും ഭരണത്തിൻ്റെയും ആത്മസ്പർശമുണ്ടായിരുന്നു. ഏറെ ചൊല്ലിക്കേട്ട് സാധാരണക്കാർ പോലും ഹൃദയസ്ഥമാക്കിയ ഹൃദയദ്രവീകരണക്ഷമമായ അനേകം വരികളും അതിലുണ്ടായിരുന്നു. ആതിര വരുന്നേരം ഒരുമിച്ചു കൈകൾ ചേർത്തെതിരേൽക്കണം നമുക്കിക്കുറി, വരും കൊല്ലം ആരെന്നും എന്തെന്നും ആർക്കറിയാം എന്ന് തൊണ്ടയിടറാതെ ചൊല്ലാൻ കഴിയാത്ത വരികൾ നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടായിരിക്കണം. 3 പതിറ്റാണ്ടുകൾ നീണ്ട ദാമ്പത്യത്തിൻ്റെ നേർചിത്രം വരച്ചു കാണിച്ച ആ കവിതയിൽ പലതരം ഓർമ്മകളെക്കുറിച്ച് മനോഹരമായ തീരെ ചെറിയ വിവരണങ്ങളുണ്ടായിരുന്നു. ഇത്തിരി കൂടെ നടന്നവ, കിന്നാരമിത്തിരി ചൊന്നവ, കണ്ണീരുറക്കെ ചിരിച്ചു കവിളു തുടുത്തവ, ഏറെ കരഞ്ഞു കൺപോള കനത്തവ, വഴിപോക്കരിരുളിൽ ചവിട്ടി മെതിച്ചവ. ഇങ്ങനെ പോകുന്ന ഓർമ്മകളിൽ ഒരു വരിയുണ്ട്. ഓരാതിരിക്കെ ചവിട്ടടികളിൽ പുളഞ്ഞുൽപ്പണം ഉയർന്നാടി നിന്നവ. ഞെട്ടിക്കുന്ന ഒരു വർണ്ണനയാണിത്. കരിയിലകളിൽ അലസം ശയിക്കുകയായിരുന്ന ഒരു വിഷസർപ്പം നമ്മുടെ ചവിട്ടടിയേൽക്കുമ്പോൾ ഞെട്ടി ഉയർന്ന് പത്തി വിരിച്ചാടി നിൽക്കുന്ന ഭീതിപ്രദമായ കാഴ്ച. ആ വിഷപ്പാമ്പിനെ പോലെയാണ് നമ്മുടെ ചില ഓർമ്മകൾ, നമ്മുടെ ചില അനുഭവങ്ങൾ. നാം മറന്നു കിടന്നതോ മറക്കാൻ ആഗ്രഹിച്ചതോ ആയ ചിലത്, കുറ്റബോധത്തിൻ്റെ കടുത്ത വർണ്ണം ചാലിച്ച ചിലത്. അതുകൊണ്ടാണല്ലോ ചവിട്ടേൽക്കുമ്പോൾ പുളഞ്ഞ് പണമുയർത്തി അത് നമ്മുടെ നേരെ തിരിയുന്നത്. ഇത്തരം സ്മരണകൾ ഓർമ്മ വരുമ്പോൾ തന്നെ കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞു പോകുന്ന ചില ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാകില്ലേ? അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ, ചെറുതും വലുതുമായ പാപങ്ങൾ. എത്ര മനോഹരമായിട്ടാണ് അത്തരം ഓർമ്മകളെ കക്കാട് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, വേദനിക്കലും വേദനിപ്പിക്കലും ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കാരണം ഓർമ്മകൾ തന്നെയാണ് ജീവിതം.